ബലാത്സംഗം ചെയ്ത ചെറുപ്പക്കാരനെ യുവതി കുത്തിക്കൊന്നു. ഇവനെയൊന്നും കുത്തിക്കൊന്നാ പോരാ. വിധിയായി മാനന്തവാടി. ക്ലോറോഫോം കൊടുത്ത് മയക്കി മാനഭംഗപ്പെടുത്തിയ കേസിൽ 2 ചെറുപ്പക്കാരെ ജീവപര്യന്തം ശിക്ഷിച്ചുകൊണ്ട് സെഷൻസ് കോടതി ഉത്തരവായിരിക്കുന്നു. ಅಂಗಡಿಯಲ್ಲಿ ಯಾರು ಇಲ್ಲವೋ? ಏನು ಬೇಕು? 1 ಕಿಲೋ ಕೋಳಿ ಬೇಕು. ಡೇ 1 ಕಿಲೋ. പുതിയ അഡ്ജസ്റ്റ്മെന്റ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ തെണ്ടിക്ക് ബുദ്ധിയുണ്ട്. 1 കിലോ. ഈ കടയും തുറന്നിട്ടിട്ട് ഈ കഴുത എവിടെ പോയിരിക്കുന്നു? കഴുതന്റെ മറ്റാനോ? നീ എന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? പുറത്ത് ഭയങ്കര ചൂടായോണ്ട് തടക്കാൻ വേണ്ടി. എന്താ കിടിക്കാനുള്ള? പോയടാ പോയി. ആര്? IPS കാരന്റെ മോളെ പുല്ലുപോലെ ഞാൻ പറഞ്ഞയച്ചു. ഇനി നിന്റെ കർണത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കൂടെ ചെയ്താ എനിക്ക് സന്തോഷമായി. നീ തന്നെ ഇത് എന്നോട് പറയണം. എടാ, കുട്ടിക്കാലത്ത് നിന്റെ അമ്മയുടെ മടിയിൽ ഞാനും എന്റെ അമ്മയുടെ മടിയിൽ നീയും ഒരുമിച്ച് ഒരേ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് മറക്കരുത്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ ഒരേ ട്രെയിനിന്റെ അടിയിൽ വെച്ചാവും അവസാനമായി നമ്മൾ കണ്ടുമുട്ടുന്നത്. നിന്റെ ഓരോ മണ്ടത്തരങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ സോൾവ് ചെയ്തു. എന്ത് എന്നെ അവരവിടുന്ന് ഇറക്കി വിട്ടു. എടാ അവള് വീണ്ടും വന്നു. നിന്റെ മണ്ടത്തരം കൊണ്ടാ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്. ഇനി എന്റെ ബുദ്ധി കൊണ്ട് ഞാനിത് സോൾവ് ചെയ്യും. ഏത് ശാലിയുടെ കാര്യമാണോ താനീ പറയുന്നേ? താൻ ഇത്ര ശുദ്ധനായി പോയല്ലോ ഏറാടി. അവന്റെ കല്യാണം ഉറപ്പിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കൊടി പിടിക്കാൻ കയറി വരുന്നു. ഒരു പെണ്ണ് വന്ന് എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞു എന്ന് കരുതി. എന്നിട്ട് അവളെവിടെ? എന്താ എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഷോപ്പിംഗ് കഴിഞ്ഞപ്പോ നേരം വൈകി. ഇന്ന നേരത്തെ വരാവുന്ന നിയമമൊന്നുമില്ലല്ലോ. നീ ആരാടി? മിസ്സസ് ജയകുമാർ അല്ലേ? ഭർത്താവിന്റെ അനിയനോട് ചോദിക്കേ. പ്രിൻസിന് അറിയാം ഞാൻ ആരാണെന്ന്. ശാരദ, നീ അവളോടൊന്ന് സംസാരിക്കണ്ട. അവൻ എവിടെ പോയടോ തന്റെ പ്രിൻസിപ്പൽ? എന്തൊക്കെയാടാ ഈ കാണുന്നത്? ചേട്ടാ ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. നോ ഡോണ്ട് ട്രൈ ടു എക്സ്പ്ലെയിൻ. എന്റെ അനുജന് സദാചാരബോധം പോയിട്ട് സ്വബോധം പോലും ഇല്ലെന്ന ആ കന്യാസ്ത്രീ വിളിച്ചു പറഞ്ഞത്. നിന്റെ കൂടെ ഞങ്ങളുടെ മക്കൾ നിന്നാൽ അവർ നിന്നേക്കാൾ വഷളാവും. നിന്റെ കല്യാണത്തെ പറ്റി ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അച്ഛനും അമ്മയും നാട്ടിലിരിക്കുന്നത്. അറിയാമോ നിനക്ക്? അച്ഛനും അമ്മയും താമസിക്കുന്ന അതേ വീട്ടിൽ തന്നെ വാടകയ്ക്ക് ഒരുത്തിയെ നീ അന്തിക്കൂട്ടിന് വിളിച്ച് കയറ്റിയില്ലേടാ? ആ തറവാട് കുളന്നോണ്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വേണം. ഇത് വീടല്ല, സത്രവാ, സത്രം. നിന്നെ കൊണ്ട് ആരാ ചെയ്യിക്കുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അവൻ എന്റെ ഒന്ന് കിട്ടട്ടെ. കേറടി അങ്ങോട്ട്. എന്നോട് കറങ്ങി നടക്കല്ലേ? കുഞ്ഞേ, മതിയായി. കൊച്ചമ്മ ഒന്ന് ചോദിക്കുമ്പോ എനിക്ക് പറയാനൊരു ഉത്തരവില്ല. ഞാനല്ലേ 4 നേരം ഓക്ക് വെച്ച് വിളമ്പിയത്. ഈ ജമ്മം കൊച്ചമ്മ എന്നോട് പൊറുക്കത്തില്ല. ഇങ്ങനൊരു ചതി എന്നോട് ചെയ്യരുതായിരുന്നു. 18 വർഷം ഈ വീടിനെ വന്നിച്ചിട്ടേ ഉള്ളൂ ഏറാടി, നിന്നിച്ചിട്ടില്ല.
ഇപ്പൊ അതുമായി. തൃപ്തിയായില്ലേ? പോയാ? നിനക്ക് മതിയായില്ലേ? ലോകത്തൊരു പെണ്ണും നിന്റെ അത്ര ദുഷ്ടമല്ല. ചുമ്മാ അല്ല നിന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നത്. ഇനി വെറും 10 ദിവസം കൂടെ സഹിച്ചാ പോരെ? അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ശീലമായിക്കോളും. തെണ്ടി എല്ലാരെയും കൊണ്ട് നന്നായി വരുന്നെന്ന് പറയിപ്പിക്കാൻ ഞാൻ എത്രമാത്രം പാടുപെട്ടെന്നറിയോ? ഇപ്പൊ എല്ലാം പോയില്ലേ? നിന്റെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ ഞാൻ സഹായിക്കാം പ്രിൻസ്. ഇനി നിന്നെ കല്യാണം കഴിക്കാൻ പോയ ചെറുക്കനുണ്ടല്ലോ, അവൻ ഭാഗ്യം ചെയ്തവനാ. 15-ാം തീയതി അല്ല 1000-15-ാം തീയതി കഴിഞ്ഞാലും നിന്റെ ഡാഡി തിരിച്ചു വരില്ല, അറിയോ? നീ ഇങ്ങനെ ഇമോഷണൽ ആകാതെ പ്രിൻസ്. അവളെ ഇവിടുന്ന് എന്നേക്കുമായി അടിച്ചിറക്കണം. അത്രയല്ലേ ഉള്ളൂ. വഴിയുണ്ട്. എന്ത് വഴി? നീ തന്നെ പറ. വേറെ വഴിയുണ്ട്. വഴിയുണ്ട്. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം, ആദിമ ಗುಂಡರಾವ್, ನೀ ಅಂಗಡಿ ನೋಡ್ಕೊಳ್ಳಿ, ನಾನೀಗ ಬರ್ತಾನೆ. ಪ್ರಿನ್ಸೇ, 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 എന്താ? അവളുടെ കാർ ഇവിടെ കാണുന്നില്ലല്ലോ. അഞ്ജു, 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 ഗുഡ് ബൈ പ്രിൻസ്. രണ്ടാം ചരമവാർഷികം. ജനനം 31/3/72, മരണം 23/4/90.